ഹായ്, ഹലോ, നമസ്കാരം. ഹരീഷ് കൈരളിയാണ്. നമുക്ക് ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത്, അതിന് എങ്ങനെയാണ് CMYK കളർ മോഡ് സഹായകരമാകുന്നത്, എന്തിനാണ് CMYK മോഡിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത്, ഇതിനൊക്കെ പറ്റി ലഘുവായ ഒരു വീഡിയോയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും ഈ വീഡിയോ കാണുക, കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ പങ്കുവയ്ക്കുക. ഫോട്ടോഷോപ്പിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പോസ്റ്റർ ആദ്യം നോക്കാം. ഈ പോസ്റ്റർ ഫോട്ടോഷോപ്പിൽ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പോസ്റ്ററാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. Ctrl+N അടിച്ച് കഴിഞ്ഞാൽ സൈസ് നമുക്ക് ഇഞ്ചസ് ആക്കി കൊടുക്കാം. വിഡ്ത്ത് 8 ഇഞ്ച്, ഹൈറ്റ് 12, റെസൊല്യൂഷൻ 300, കളർ മോഡ് നമുക്ക് CMYK എന്നുള്ള മോഡ് കൊടുക്കാം. ഓക്കെ കൊടുക്കും. ഇനി ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അറിയാമെങ്കിൽ നമുക്ക് ഈ പോസ്റ്റർ നമുക്ക് ആദ്യം ചെറുതാക്കി സൈഡിലേക്ക് മാറ്റാം. ഓക്കെ, ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ക്യാമറയുടെ പടമുണ്ട്, ഒരു റിബൺ കട്ട് ചെയ്യുന്ന വിത്ത് സിസേഴ്സ് ഒരു പടമുണ്ട്, ഒരു സ്റ്റുഡിയോ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പടം. 3 ഫോട്ടോസാണ് നമുക്കിവിടെ വേണ്ടത്. നമ്മളിവിടെ ഒരു ഫോൾഡറിൽ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യമായി നമ്മൾ ഈ ക്യാമറയുടെ പടം വയ്ക്കുവാനായിട്ട് ഒരു ഷേപ്പ് വരയ്ക്കണം. എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ, നമ്മൾ പോസ്റ്ററിന് നമുക്ക് ആവശ്യമായൊരു സൈസിൽ ഒരു മാർക്കി ടൂൾ വരയ്ക്കുന്നു. ഷേപ്പ് ചെയ്യുന്നു. നമ്മൾ ഇതിനൊരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു കളർ, ഇവിടെ സ്വാച്ചസ് എന്ന് പറയുന്ന സംഭവം കാണാം. ഈ സ്വാച്ചസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വിൻഡോയിൽ സ്വാച്ചസ് ടിക്ക് കൊടുത്താൽ മതിയാവും. നമ്മൾ ഏതെങ്കിലും ഒരു കളർ ഓൾട്ട് ബാക്ക് സ്പേസ് അടിച്ചാൽ അത് ഫില്ലാവും. Ctrl+D അടിച്ചതിൻ്റെ സെലക്ഷൻ കളയുക. നമുക്ക് ക്യാമറ വയ്ക്കുവാനുള്ള ഒരു ഷേപ്പ് നമ്മളിവിടെ വരച്ച് വെച്ച് കഴിഞ്ഞു. നമുക്ക് മാറ്റർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ താഴെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതിൽ ഏകദേശം ഒരു ഗ്രേ കളർ സെലക്ട് ചെയ്യുക. പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. ഓൾട്ട് ബാക്ക് സ്പേസ്, Ctrl+D അടിച്ച് സെലക്ട് ചെയ്യുക. ഇത് നമുക്ക് സെൻട്രൽ ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+A അടിച്ച് മൂവ് ടൂൾ എടുത്തിട്ട് സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആയി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇമേജുകൾ ഇതിലേക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. Ctrl+O. നമുക്ക് ആദ്യമായി നമ്മുടെ ക്യാമറ എടുക്കാം. ക്യാമറ ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട ഈ ഷേപ്പാണ്. അപ്പോൾ ആ ഷേപ്പ് ആദ്യം സെലക്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഷേപ്പിന് തൊട്ട് മുകളിലേക്കായി ഇത് ഡ്രാഗ് ചെയ്തിടുക. ക്ലോസ് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് ഈ ലെയറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്ത് Ctrl+T അടിച്ചിട്ട് നമുക്ക് ചെറുതാക്കി എടുക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ആക്കി എടുക്കുക. എൻ്റർ അടിക്കുക. വീണ്ടും അടുത്ത ഇമേജ് ഓപ്പൺ ചെയ്യുക. നമുക്കിത് PNG ട്രീ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. PNG ഇമേജസ് ആണ്. ഓപ്പൺ ചെയ്യുക. നേരെ ഡ്രാഗ് ചെയ്തിടുക. ക്ലോസ് ചെയ്യുക. അല്പം വലുതാക്കി എടുക്കുക. Ctrl+T അടിച്ചാൽ വലുതാക്കി, ഷിഫ്റ്റ് പിടിച്ച് വലുതാക്കി എടുക്കുക. ഇതിപ്പോൾ ഇമേജിൻ്റെ മേളിലേക്കാണ്. നമ്മൾ ഷിഫ്റ്റ് കൊണ്ട് ബാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ പുറകിലേക്ക് വിട്ടോളും. അടുത്തായിട്ട് നമുക്ക് ഈ സ്റ്റുഡിയോയുടെ ഒരു ഇമേജാണ് നമുക്കിവിടെ വേണ്ടത്. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തു. നമ്മൾ ഈ ലെയർ 2 സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് വയ്ക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്, Ctrl+T അടിച്ചിട്ട് വലുതാക്കുക. ഓക്കെ, ഇനി എറേസർ ടൂൾ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു 75% ഒപ്പാസിറ്റി കൊടുത്താൽ മതി. ഒരു 44% ഫ്ലോ കൊടുത്തിട്ട് ഇതങ്ങ് എറേസ് ചെയ്യുക. നമുക്കൊരു ബ്ലെൻഡ് മോഡ് കിട്ടും. ബാക്ക്ഗ്രൗണ്ടായിട്ട് ബ്ലെൻഡ് ചെയ്ത പോലെ കിട്ടുക. ഓക്കെ,
ഇപ്പോൾ നമുക്ക് പ്ലേസ് ചെയ്യാനുള്ള പിക്ചറുകളെല്ലാം നമ്മൾ പ്ലേസ് ചെയ്യും. അടുത്തത് നമുക്ക് ആവശ്യമായ മാറ്ററുകൾ, ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ടെക്സ്റ്റ് ടൂൾ എടുക്കുക, ഗ്രാൻഡ് ഓപ്പണിംഗ്. ആദ്യം നമുക്ക് ഏരിയൽ ഒരു 27 പോയിന്റ്. ഓക്കെ, ക്ലിക്ക് ചെയ്യുക. ഗ്രാൻഡ് GRANT സെലക്ട് ചെയ്യുക. നമുക്കിതിന് കളർ വേണം. സ്വാച്ചസിൽ ക്ലിക്ക് ചെയ്യുക. സ്വാച്ചസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ CMYK മോഡ് നോക്കിയാൽ CN 0, മജന്ത 99, യെല്ലോ 100, ബ്ലാക്ക് 0 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 4 കളറിലാണ് നമ്മൾ ഓഫ്സെറ്റ് പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ CN, മജന്ത, യെല്ലോ, ബ്ലാക്ക് ഈ 4 കളറും ഒരു ടെക്സ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളർ ആയിരിക്കത്തില്ല പ്രിന്റ് ആയി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായ കളറുകൾ റിപ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള റെഡ് അവിടെ കിട്ടി. എൻ്റർ അടിച്ചതിൻ്റെ സെലക്ഷൻ മാറ്റുക. അടുത്തത് ഓപ്പണിംഗ് ആണ്. OPENING. നമുക്ക് ഇതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റാം. ഫോണ്ട് സൈസ് അല്പം കൂടി വലുതാക്കിയേക്കാം. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഓപ്പണിംഗ് അത് വന്നു. അടുത്തതിൻ്റെ ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. 01/02/24 സെലക്ട് ചെയ്യുക. നമുക്കിവിടെ ബ്ലാക്ക് ആണ് വേണ്ടത്. ഇത് നമ്മളിവിടെ കളറിൽ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് കളറിൽ ക്ലിക്ക് ചെയ്യുക. CN 0, മജന്ത 0, യെല്ലോ 0, ബ്ലാക്ക് 100 കൊടുക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫോണ്ട് നമുക്ക് മാറ്റാം. ഏരിയയിലേക്ക് ആക്കാം. ഏരിയൽ ഫോണ്ട് സൈസ് ചെറുതാക്കാം. ഏരിയൽ ബ്ലാക്ക്. ഡേറ്റ് കൊടുത്തു. ഈ ബ്ലാക്ക് ലെറ്റർ ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇതിൻ്റെ ബ്ലെൻഡിങ് ലെയറുകളുടെ മോഡുകളുണ്ട്. ഇവിടെ നോർമൽ എന്നുള്ളതിന് പകരം നമ്മളിത് മൾട്ടിപ്ലൈ എന്നുള്ള മോഡ് കൊടുക്കും. പ്യുവർ ബ്ലാക്ക് പ്രിന്റിൽ കിട്ടും. ഓക്കെ, അടുത്ത് നമുക്ക് സ്റ്റുഡിയോ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. വീണ്ടും ഇവിടെ STUDIO സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ഫോണ്ടൊന്ന് മാറ്റാം. ഇമ്പാക്റ്റ് എന്നുള്ള ഫോണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വലുതാക്കുക. ഫോണ്ട് സൈസ് കൂട്ടി കൊടുക്കുക. ഇനി ഇതിൻ്റെ കളർ നമുക്ക് ഇതേപോലെ തന്നെ സ്വാച്ചസിൽ നിന്ന് തന്നെ ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇഷ്ടമുള്ള ഒരു കളർ. അപ്പോൾ സ്വാച്ചസിൽ നോക്കുമ്പോൾ ഏത് കളർ വന്നെന്ന് നോക്കാൻ നമുക്ക് കണ്ടാം. CN 100 വന്നിട്ടുണ്ട്, മജന്ത 0 ആണ്, യെല്ലോ 50, ബ്ലാക്ക് 40. നമുക്ക് ആവശ്യമുള്ള കളർ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് കളറുകൾ മാറിക്കൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് ഓരോ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴും ഏതാണ് ക്യാൻസൽ ചെയ്തേക്കുക. നമുക്ക് ആവശ്യമുള്ള കളർ നമ്മൾ ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് എൻ്റർ അടിക്കുക. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇത് വേണമെങ്കിൽ കുറച്ച് വലുതാക്കിടാം. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഇത് എന്തൊക്കെ സേവനങ്ങളാണ് കൊടുക്കുന്നതെന്നുള്ളത് ബുള്ളറ്റിട്ട് ടൈപ്പ് ചെയ്യാൻ വേണം. ആദ്യം നമുക്കിതൊന്ന് ടൈപ്പ് ചെയ്യാം. ഫോണ്ട് നമുക്ക് ഏരിയയിലാക്കാം. ഫോണ്ട് സൈസ് നമുക്കൊരു 30 മതി. കളർ നമുക്കിവിടുന്ന് CN 0, ബ്ലാക്ക് കളർ മതി. ഓക്കെ, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ആൽബം ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, കപ്പ് പ്രിന്റിംഗ്, ഫോട്ടോഗ്രാഫ്സ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. ഇത് നമുക്ക് വേണമെങ്കിൽ അലൈൻ ചെയ്ത് വെക്കാം. ഇനി നമുക്കിവിടെ ബുള്ളറ്റ്സ് കൊടുക്കുമ്പോൾ നിരച്ച് കുറച്ച് വലുതാക്കി എടുക്കാം. ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. നമ്മളിവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം. എലിപ്റ്റിക്കൽ മാർക്കറ്റുള്ള എടുത്ത് കഴിഞ്ഞാൽ ഷിഫ്റ്റ് പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സർക്കിളായിട്ട് നമുക്ക് കിട്ടും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ ഗ്രേ, നമ്മൾ നേരത്തെ കൊടുത്താൽ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ളൊരു ഗ്രേ കൊടുത്തിട്ട് ഓൾട്ട് ബാക്ക് സ്പേസ് കൊടുത്തു. ഇനി ഒരു സ്ട്രോക്ക് കൊടുക്കാം. എഡിറ്റിൽ നിന്നും സ്ട്രോക്ക് കൊടുത്ത് ഒരു 1 പോയിന്റ് നമുക്കിത് ബ്ലാക്ക് കൊടുക്കാം. 0 0 0 100. ഓക്കെ, ഔട്ട് സൈഡ് 100 അടിച്ചു. അപ്പോൾ അത് വന്നു. വേണമെങ്കിൽ ഇതിനൊരു ഡ്രോപ്പ് ഷാഡോ കൂടി കൊടുത്തേക്കാം. ഓക്കെ,
ഇനി എല്ലാ ലൈനിൻ്റെ നേരെ നമുക്ക് ഈ ബുള്ളറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പം ഒരു പരിപാടിയുണ്ട്. ഓൾട്ട് ഷിഫ്റ്റ് പിടിച്ച് നേരെ താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ആവശ്യമുള്ള സ്ഥലത്ത് വരുമ്പോൾ മൗസ് ഡ്രാഗിങ് വിട്ടേക്കുക. ഓൾട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് തന്നെ പിടിക്കുക. വീണ്ടും അടുത്ത് ഡ്രാഗ് ചെയ്യുക. നെക്സ്റ്റ്, അടുത്തത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയും ഇതുപോലുള്ള ഡിസൈനുകൾ എങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ വളരെ എളുപ്പത്തിൽ ഓരോ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാമെന്നുള്ളത് വളരെ ചുരുങ്ങിയ രീതിയിലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.